ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട്. ആർട്ടിക്കിൾ 324, 329 തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് 324. നിലവിൽ വരുന്നത് 1950 ജനുവരി 25, 75 വർഷമായി. ജനുവരി 25-ന് 2011 മുതൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ജനുവരി 25 ഇന്ത്യയുടെ വോട്ടേഴ്സ് ഡേ. 1+2 ആണ് സ്ട്രക്ചർ. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, 2 കമ്മീഷണർമാർ. ഇപ്പോഴത്തെ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. സുഖീന്ദർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിങ്ങനെ 2 കമ്മീഷണർമാർ കൂടെയുണ്ട്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് 2025 നിയമനമാണ് ഗ്യാനേഷ് കുമാർ. സുഖീന്ദർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിങ്ങനെ 2 കമ്മീഷണർമാർ കൂടി. അപ്പോൾ 1+2 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ട്രക്ചർ. അടുത്തത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാംഗം, നിർദ്ദേശിക്കപ്പെടുന്ന ഒരു രാജ്യസഭാംഗം. ഈ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് നിലവിൽ വരുന്നത് 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെൻ്റ് ആണ് ചെയ്യുന്നത്. നീക്കം ചെയ്യുന്ന പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ്. അതിന് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ സമാനമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖയാണ് സെഫോളജി. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവാണ് പ്രണോയ് റോയ്. ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ആദ്യം നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കാണ്. ആദ്യത്തെ വോട്ടറാണ് നമുക്കറിയാം അടുത്തിടെ അന്തരിച്ച ശ്യാം ശരൺ നേഗി. 1ാം ലോക്സഭയിൽ 489 സീറ്റുകളുടെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 364 സീറ്റ് നേടി. 1950 മുതൽ 89 വരെ ഒറ്റ ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് അതിന് മാറ്റം വരുന്നത് 1989 1989 2+1 എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ട് കൊണ്ടുവന്നത് 1989. 90 വീണ്ടും അതിനെ ഏകാംഗ കമ്മീഷനാക്കി മാറ്റി. വീണ്ടും അതിനെ പുനഃസ്ഥാപിച്ചത് 1993. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 കമ്മീഷണർമാർ ഉൾപ്പെടെ 3 പേരാണുള്ളത്. അതായത് 1+2 സ്ട്രക്ചർ ആദ്യം വരുന്നത് 1989. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഓഫീസർക്ക് പറയുന്ന പേരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓർത്തിരിക്കുക, അതായത് MLA മാർ, MP മാർ എന്നിവരുടെ എല്ലാം ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. എന്നാൽ MLA, MP എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം നിർവചൻ സദനാണ്, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സുകുമാർ സെൻ. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ആദ്യത്തെ വനിതാ കമ്മീഷണറാണ് VS രമാദേവി. മറ്റൊരു പ്രത്യേകത കൂടുണ്ട്. ഏറ്റവും കുറച്ചു കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നതും ആദ്യത്തെ വനിതയായിട്ടുള്ള VS രമാദേവിയാണ്. ഏറ്റവും അധികം കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നത്
KVK സുന്ദരമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി അനുസരിച്ചിട്ടാണ് ലോക്സഭയിലെയും സംസ്ഥാന അസംബ്ലികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇപ്പോൾ നമുക്കറിയാം 21 നിന്ന് 18 വയസ്സായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം വരുത്തുന്നത് നമുക്കറിയാം 61-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 326. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. നമുക്കറിയാം TN ശേഷനാണ് ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ടാക്കിയത്. രമൺ മാക്സസെ നേടിയിട്ടുള്ള ഒരേ ഒരു ഇലക്ഷൻ കമ്മീഷനാണ് TN ശേഷൻ. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വോട്ടിംഗ് പ്രായം 61-ാം ഭേദഗതി പ്രകാരമാണ് 21 നിന്ന് 18 കുറച്ചത്. ഇത് നടന്നത് 1989-ലാണ്. ഭേദഗതി 61-ാം ഭേദഗതി 1988, മാറ്റിയത് 1980. വോട്ടിംഗ് പ്രായം 18 പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അപ്പോൾ 61-ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുക. അപ്പോൾ 1989 61-ാം ഭേദഗതി. ഇനി കുറച്ച് ടെക്നിക്കൽ ടേമുകൾ. EVM എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. VVPAT എന്നാൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. EVM ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1982 പറവൂർ ബൈ ഇലക്ഷനിലാണ്. EVM പൂർണ്ണമായും ഒരു സംസ്ഥാനത്ത് ഉപയോഗിച്ചത് ഗോവയിലാണ്. VVPAT ആദ്യമായിട്ട് ഉപയോഗിച്ചത് 2013 നാഗാലാൻഡിലെ നുക്സാൻ മണ്ഡലത്തിലാണ്. അപ്പോൾ EVM, VVPAT ആദ്യം ഉപയോഗിച്ചത് എന്നിവ. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ ടെക്നിക്കൽ ടൈം പറയാനായിട്ട് പോകുന്നത് നോട്ട എന്നാൽ നൺ ഓഫ് ദി എബോവ്. 2014 വരുന്നത്. നോട്ടയുടെ സിമ്പൽ ബാലറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് ക്രോസ് ഉള്ളതാണ്. ഫോട്ടോ ഇലക്ടർ റോൾ അവതരിപ്പിക്കുന്നത് 2015. ETBT എന്നാൽ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റിനുള്ള മെത്തേഡാണ് ETBT. 80 വയസ്സിന് മുകളിലുള്ള ഫിസിക്കലി ചലഞ്ചസ് ഉള്ള ആർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ഇപ്പോൾ ഉണ്ട്.